ഹലോ ഫ്രണ്ട്സ്, മഴത്തോരും മുംബൈ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അലീനെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള അഹങ്കാരത്തോടു കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ നെടുമ്പുരയ്ക്ക് വീട്ടിലേക്ക് നമ്മുടെ വൈജ എത്തിക്കഴിയുമ്പോഴേക്കും വൈജയുടെ മനസ്സിൽ വൈജ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അലീന എന്ന് പറയുന്ന ഒരു ശല്യം പോയി കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റെ ഭർത്താവിനെയും മക്കളെയെല്ലാം സ്വന്തമായിട്ട് കിട്ടുമെന്നും തൻ്റെ അധികാരം അവിടെ ഉണ്ടാവുമെന്നും അലീന അതിലൊന്നും ഇടപെടില്ല എന്നൊക്കെയുള്ള സന്തോഷത്തിൽ വന്നെങ്കിലും, പക്ഷേ സംഭവിക്കുന്ന മറ്റൊന്നാണ് കേട്ടോ. വൈജയെ വെറുക്കാണ് മക്കൾ 3 പേരും വെറുക്കാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവരെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വൈജ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരൊന്നിനൊന്നിന് വെറുക്കാണ്. അങ്ങനെ അലീനയുടെ കുറ്റം പറഞ്ഞ് ഇവരുടെ അടുത്തെല്ലാം ചെല്ലുന്നുണ്ട് വൈജ. അവരെല്ലാം പൊട്ടിത്തെറിക്കുക. അവസാനം കൃഷ്ണമോള് വിളിച്ചു പറയാനുള്ള സത്യങ്ങളെല്ലാം വൈജയുടെ മുഖത്ത് നോക്കി വൈജയുടെ ഒന്നുമില്ലാതായി തീരുകയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാവിലെ തന്നെ വൈജയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ്. അലീന പോയി താൻ തിരിച്ചെത്തിയല്ലോ, ഇനിയിപ്പം തൻ്റെ അധികാരത്തിൽ നിൽക്കും എല്ലാവരും. അവളായിരുന്നു ഇവരെ എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ്റെ മോളായാലും അല്ലെങ്കിൽ ഇനി അവിഹിതമായാലും എന്തായാലും അവൾ പോണായിരുന്നു. ഒരിക്കലും എനിക്ക് മേളിൽ അവൾ കയറി എന്നെ ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ പോയി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അലീന പോയി കഴിയുമ്പോഴേക്കും വൈജ അവിടെ ഒരു പുതിയ ജോലിക്കാരിയൊക്കെ അറ്റൻഡ് ചെയ്യുകയാണ്. അലീനയുടെ ആ ഒരു പോസ്റ്റ് കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ മക്കൾക്ക് 3 പേർക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അലീന പോയതിൻ്റെ വിഷമത്തിൽ അവർക്ക് വൈജയോട് നല്ല ദേഷ്യമുണ്ട്. വൈജയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ വൈജ അതൊന്നും കാര്യമാക്കുന്നില്ല. രാവിലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രനും മക്കളും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഒരു പുതിയ ജോലിക്കാരിയുണ്ട്. ആ ജോലിക്കാരിയാണെങ്കിൽ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വച്ച് കൊടുത്ത് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വൈജയുടെ അടുത്ത് ചെന്ന് അവർ വിളിക്കുന്നുണ്ട്, മേഡം വരൂ ഭക്ഷണം കഴിക്കാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വൈജയുടെ അടുത്ത് ചെന്ന് അവർ വിളിക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, ആ ശരി ഞാൻ വന്നോളാം എന്ന് പറയുക. അങ്ങനെ വൈജ കൂടി വന്ന് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈജ വന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ ബബിതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. ബബിതയും അതുപോലെ കൃഷ്ണമോളും ഒക്കെ കുനിഞ്ഞിരുന്ന് അങ്ങ് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ഉടനെ ചോദിക്കുന്നുണ്ട് വൈജ, എന്താ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല ഒന്നുമില്ലെന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് ബബിതയോട്, ബബിത എനിക്ക് കൂടി 2 ദോശ ഇങ്ങ് എടുത്ത് തന്നെയെന്ന് പറയുക. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് കൈ ഉണ്ടല്ലോ, അമ്മയ്ക്ക് കൈ വെച്ച് അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ, എനിക്കിപ്പോൾ ആർക്കും ഭക്ഷണമൊന്നും എടുത്ത് തരാൻ പറ്റില്ല എന്ന് പറയുമ്പം വൈജ ചോദിക്കുക, അതെന്താ ബബിത നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം, ഇങ്ങനെ എതിര് പറയാറില്ലല്ലോ നീ എന്ന് പറയുക. അല്ല എന്നെ കൊണ്ടിപ്പോൾ ഇതൊക്കെയേ പറ്റുള്ളൂ, അമ്മ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചല്ലോ, ഇനി അമ്മയ്ക്ക് ഭക്ഷണം എടുത്ത് കഴിക്കണമെങ്കിൽ ഞങ്ങൾ എടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബബിത ഭക്ഷണം അവിടെ വച്ചിട്ട് അങ്ങ് എണീറ്റ് പോവാണ്. അപ്പോഴേക്കും കൃഷ്ണമോളെ നേരെ നോക്കുന്നുണ്ട് കേട്ടോ വൈജ. അപ്പോൾ കൃഷ്ണമോള് നല്ല ദേഷ്യത്തിലാണ്. രോഹിത്താണെങ്കിലും കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കൃഷ്ണമോളും അതിനുശേഷം എണീറ്റങ്ങ് പോവാം. അങ്ങനെ വൈജ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും ഓഫീസിലേക്കും ജോലിക്കും ഒക്കെ പോയി കഴിയുമ്പം വൈജ റൂമിൽ കയറി ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ഈ വിവരം ഒന്ന് കമലയെ വിളിച്ച് പറയണമല്ലോ. കമലയോട് ഉപദേശം ചോദിക്കാൻ വേണ്ടിയിട്ട് വൈജ കയറി കമലയെ വിളിക്കുകയാണ്. എന്നേരം കമല ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ വൈജയെ രാവിലെ തന്നെ നീ വിളിച്ചത്, എന്താ അവിടെ വിശേഷം, അലീന പോയി കഴിഞ്ഞപ്പം സന്തോഷമായില്ലേ, പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വൈജ പറയുക, എൻ്റെ കമലയിടത്തി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അലീന പോയി കഴിഞ്ഞപ്പം ഇവിടെ പ്രശ്നം ഒന്നിലധികം കൂടിയെന്നേ ഉള്ളൂ. എന്ത് സ്വാധീനം അവർ ഇവരുടെ ഇടയിൽ ചെലുത്തിയെന്നറിയില്ല. അവളോട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നേരത്തെ ആണെങ്കിൽ ബബിതയ്ക്കും രോഹിത്തിനും ഒക്കെ അവളോട് നല്ല ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസ്ഥയൊക്കെ മാറി. ബബിതയ്ക്കും രോഹിത്തിനും ഒക്കെ അവളോട് ഭയങ്കര സ്നേഹമാണ്. എങ്ങനെ അവളത് സാധിച്ചെടുത്തെന്നറിയില്ല. ഇവിടെ ബാലചന്ദ്രനും ബബിതയ്ക്കും രോഹിത്തിനും കൃഷ്ണമോക്കും ഒന്നും അവളില്ലാതെ പറ്റുന്നില്ല. ഞാനില്ലാഞ്ഞിട്ട് പോലും അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു വരണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല. അലീന ഇവിടെ നിന്നാൽ മതിയെന്ന് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. ഇപ്പം അവൾ പോയത്, ഞാൻ തിരിച്ചു വന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവളെ ഓടിച്ചു വിട്ടിട്ടാണ് ഞാൻ വന്നതെന്നുള്ള ചിന്തയിൽ എന്നോട് എല്ലാവരും ദേഷ്യപ്പെട്ടാണ് പെരുമാറുന്നത്. ഇന്ന് രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് എല്ലാവർക്കും നല്ല ദേഷ്യമായിരുന്നു. ദേഷ്യപ്പെട്ട് ഭക്ഷണം കഴിക്കാതെയാണ് ബബിതയ്ക്ക് എണീറ്റ് പോയത്. എന്താ ചെയ്യുക, എല്ലാം കൈവിട്ട് പോയി എന്ന് പറയാം. അപ്പോൾ ഉടനെ കമല പറയാം, അത് ശരിയാ, എല്ലാം കൈവിട്ട് പോയി. അല്ല വൈജ, നീ ഒരു കാര്യം ചിന്തിക്കണം. നീ ഇനി അവിടെ ദേഷ്യവും വൈരാഗ്യവും വഴക്കും ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ആ അലീന അവരെല്ലാം സ്നേഹിച്ച് മയക്കി വച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ വൈജയെ, നീ നിൻ്റെ കുടുംബം കൈവിട്ട് പോയിക്കോതെ നോക്കണം. നിൻ്റെ ദേഷ്യവും ചാട്ടവും ഒക്കെ നിർത്തിയിട്ട് നിൻ്റെ മക്കളെയും ഭർത്താവിനെയൊക്കെ ചേർത്ത് പിടിക്കാൻ നോക്ക്. കുറച്ച് നാളെങ്കിലും സ്നേഹം അഭിനയിച്ച് അവരെയെല്ലാം നിൻ്റെ വഴിയിൽ കൊണ്ടുപോവാ. അല്ലാതെ ഇനി അവരോട് ദേഷ്യപ്പെട്ടിട്ടോ എതിർത്ത് സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്ന് പറയാം.
അപ്പോൾ ഉടനെ വൈജ കമലയോട് പറയുന്നുണ്ട്, ശരിയാ, ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അലീന പോയല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അവരെ ഞാൻ എൻ്റെ വഴിക്ക് തന്നെ കൊണ്ടുപോകും. മാത്രമല്ല അലീനെ ഈ വീട്ടിലേക്ക് ഇനി വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറയാണ്. അപ്പം കമല പറയാം, ശരിയാ, എനിക്കും ആ അലീനയോട് താല്പര്യമൊന്നുമില്ല. ഇവിടെ ഒരുത്തനുണ്ടല്ലോ മനു, അവനിനി അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന എനിക്കിപ്പോൾ പേടി. അവളില്ലാതെ പറ്റുകയില്ലെന്നുള്ള അവസ്ഥയാണ്. ഏത് നേരവും അലീന അലീന അലീന, അവനെ അവൾ മയക്കി വെച്ചിരിക്കുക. ഇനി എന്നാണോ അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്ന് പറയുക. അപ്പോൾ വൈജ പറയാ, ദേ കമലയിടത്തി മനുവിനെ സൂക്ഷിച്ചോണം കേട്ടോ, കാരണം അലീനയുടെ പുറകെ അവൻ നടക്കുന്നത്. ആ കമലയിടത്തി കൂടി പറഞ്ഞ് അവനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ പിന്നെ എവിടെയോ പിഴച്ചു പറ്റ ആർക്കോ ഉണ്ടായ ഒരു സന്തതി നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരും. അത് മനസ്സിലാക്കണം കമലയിടത്തി എന്ന് പറയാണ്. അപ്പോഴേക്ക് ശിവേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവേട്ടൻ വരുമ്പം കമലയോട് ചോദിക്കുന്നുണ്ട്, ആരാ ആരാ കമലയെന്ന് ചോദിക്കുമ്പം കമല പറയുന്നുണ്ട്, അതെ ശിവേട്ടാ, വൈജിയെ വിളിച്ചത്. അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാന്ന് പറയാം. അപ്പം ശിവേട്ടൻ പറയുന്നുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ ഇനി തീർന്നില്ലേ? അലീന പോയല്ലോ വൈജയ്, പിന്നെ ഇനി എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അലീന വൈജ പറയാണ്, അത് അലീന പോയി എന്നിട്ടും പ്രശ്നം തന്നെയാണ്. മക്കൾ ആരും എന്നോട് സംസാരിക്കുന്നില്ല. അവരോടൊക്കെ ഞാൻ എന്തോ വലിയ പാതകം ചെയ്ത പോലെയാണ് അവർ പെരുമാറുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശിവേട്ടൻ പറയാം, അതങ്ങനെയായിരിക്കും. അലീന അവരെയെല്ലാം നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അലീനയുടെ സ്നേഹം ഉണ്ടായി. നീ അതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. നിനക്ക് എല്ലാവരോടും ദേഷ്യമില്ലായിരുന്നോ? നിനക്ക് എപ്പോഴും നിന്റെ വാശിയല്ലായിരുന്നോ വലുത്? അതുകൊണ്ട് അലീനയെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പം ഉടനെ തന്നെ വൈജ പറയാം, ശിവേട്ടനും അവളെ ന്യായീകരിച്ചു. ഞാനിപ്പോൾ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലാണല്ലോ ശിവേട്ടനും പറയുന്നത്. അവളെ ഞാനിവിടുന്ന് ഓടിച്ചു വിട്ടുവെന്ന്. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവളെ ഇവിടെ പിടിച്ചു നിർത്തണമായിരുന്നോ? എൻ്റെ ഭർത്താവിൻ്റെ അവിഹിത സന്തതിയാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവളെ ഞാൻ എൻ്റെ വീട്ടിൽ പിടിച്ചു നിർത്തണമായിരുന്നോ? അതോ വേറെന്തെങ്കിലും ആയിരുന്നെങ്കിൽ അത് ശരിയാവോ? അതൊന്നും നടക്കില്ല. എനിക്ക് അങ്ങനൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. എവിടെയോ പിഴച്ചു പെറ്റുണ്ടായ ഒരുത്തിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ശിവേട്ടന് നാണയില്ലേ? അപ്പോൾ ശിവൻ പറയാ, അതെ വൈജയ്, നീയുമായിട്ട് ഇനി ഈ കാര്യത്തെ കൂടുതൽ സംസാരിച്ച നമ്മൾ തമ്മിൽ തെറ്റും. അതുകൊണ്ട് വൈജയ്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലാതെ ദേവിയത് ബാലചന്ദ്രനോടുള്ള നിന്റെ ദേഷ്യമൊക്കെ മാറ്റണം. ഇപ്പം അലീനയും ഇവിടുന്ന് പോയി. ഇനി അത് മനസ്സ് വെച്ച് ബാലചന്ദ്രനോട് പെരുമാറാൻ നീ നിൽക്കരുത്. നിന്റെ കുടുംബം നിനക്ക് നഷ്ടപ്പെടും, അതുപോലെ നിന്റെ മക്കളെയും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ജീവിക്കണം എന്ന് പറയാണ്. എന്നിട്ട് ശിവേട്ടനും ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വൈജ മനസ്സിലാലോചിക്കുക, ശരിയാ, ഞാൻ ഇനി ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ കൈ വിട്ടു പോകും. അത് പറ്റില്ല. അതിനു വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിരിക്കും. ആ അലീന, അവൾ എൻ്റെ കുടുംബത്തിൽ ചെലുത്തിയ സ്വാധീനം ചില്ലറയൊന്നുമല്ല. എൻ്റെ മക്കളെ എല്ലാവരെയും അവളുടെ വഴിക്ക് അവൾക്ക് കൊണ്ടുവരാൻ പറ്റി. ബാലചന്ദ്രനെ അവളുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റി. എന്ത് മന്ത്രവാദമാണോ അവൾ ചെയ്തത്? എന്തായാലും അവൾ പോയല്ലോ, ഇനി പകുതിയെങ്കിലും വൈജ ജയിച്ചു എന്ന് വിചാരിക്കാം. എൻ്റെ മക്കളെയും ബാലേട്ടനെയൊക്കെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചോളാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പം എല്ലാവരും വരുന്നുണ്ട്. വന്നു കഴിയുമ്പോഴേക്കും വൈജ മക്കളുടെയൊക്കെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഭക്ഷണം കഴിക്കാനൊന്നും ആരും വരുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ബബിത ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? രാവിലെയും ഭക്ഷണം ഒന്നും കഴിക്കാതെയാണല്ലോ നീ പോയത് എന്നോട് ദേഷ്യപ്പെട്ടിട്ട്. ഇപ്പം നിങ്ങളൊക്കെ ഇത്രയധികം ദേഷ്യപ്പെടാൻ എന്താ ഞാൻ ചെയ്തത്? അല്ല എന്താ ചെയ്തതെന്ന്. അപ്പോഴേക്കും കൃഷ്ണമോള് പറയാ, ഏയ് അമ്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അമ്മയുടെ വാശിയൊക്കെ നടന്നില്ലേ, അതൊക്കെ മതി. ഞങ്ങളല്ലേ എല്ലാ തെറ്റും ചെയ്തത്. പാവ അലീന ചേച്ചി ഇവിടെ നിന്ന് ഇപ്പം എങ്ങോട്ടാ പോയെന്ന് അമ്മയ്ക്ക് അറിയോ എന്ന് ചോദിക്കുക. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അതിന് അവൾ എങ്ങോട്ട് പോയാലും എനിക്കെന്താ, അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി കാണും. നിൻ്റെ അച്ഛൻ്റെ അവിഹിതത്തിലുള്ള മകളല്ലേ, അങ്ങനെയല്ലേ ബാലചന്ദ്രൻ പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, അച്ഛൻ്റെ മോളായാലും അല്ലെങ്കിലും അലീന ചേച്ചി ഇവിടെ നിന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഉപകാരമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നവും ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് അലീന ചേച്ചിയോട് എന്തായിരുന്നു ഇത്ര ദേഷ്യം? ഒരു വേലക്കാരിയെ പോലെ ഈ വീട്ടിലെ ജോലികളൊക്കെ അലീന ചേച്ചി ചെയ്യുന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ വൈജ പറയാം, വേലക്കാരിയെ പോലെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവളെ ഈ വീട്ടിൽ ആവശ്യമില്ല. ഞാൻ അതിന് പകരം വേറെ വേലക്കാരിയെ നിർത്തിയിട്ടുണ്ടല്ലോ, അവരിവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. നിങ്ങൾ ആരും അതൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട എന്ന് പറയാം. അങ്ങനെ വൈജ ദേഷ്യപ്പെട്ട് കയറി പോവാണ്. രോഹിത്തും അലീനയും കൃഷ്ണമോളും കൂടി, രോഹിത്തും അതുപോലെ തന്നെ ബബിതയും കൃഷ്ണമോളും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് ബബിതയോട് പറയാം, ബബിതേച്ചിക്ക് ഇപ്പം അലീനേച്ചിയുടെ വില മനസ്സിലായോ? പോയപ്പം ഉണ്ടായിരുന്ന സമയത്ത് ബബിതേച്ചി എന്തുമാത്രം അലീന ചേച്ചിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പാവം അലീന ചേച്ചി നമുക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അച്ഛൻ്റെ മോളല്ലാന്ന് നമുക്കൊക്കെ അറിയാം.
പക്ഷേ അമ്മയ്ക്കത് അറിയില്ല. അമ്മ ഇപ്പോഴും പറയുന്നത് അച്ഛൻ്റെ മോളോ അല്ലെങ്കിൽ അച്ഛൻ്റെ അവിഹിതമോ എന്നൊക്കെയാ. അതൊന്നും അല്ലെന്ന് നമുക്കറിയാലോ. ബബിത ചേച്ചിയും ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുള്ളതല്ലേ അലീന ചേച്ചി എന്ന് ചോദിക്കുക. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ശരിയാ കൃഷ്ണമോളെ, ഞാനും അലീന ചേച്ചിയെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം അലീന ചേച്ചി അച്ഛൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ പുറകെ ചെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, ആ മുറിയിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാൻ. അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കാരണം ഞാനും അങ്ങനെയൊക്കെ അങ്ങ് വിശ്വസിച്ച് പോയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ രോഹിത്തും പറയാം, ശരിയാ, അലീന ചേച്ചി എൻ്റെ ജീവിതം ഇന്ന് മാറ്റിയെടുത്തത്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ റൂമുകളിലേക്കൊക്കെ പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആകാൻ കേട്ടോ. രാവിലെ ആകുമ്പം എല്ലാവരും സ്കൂളിലേക്കും കോളേജിലേക്കും അതുപോലെ ബാലചന്ദ്രൻ്റെ ഓഫീസിലേക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വൈജി ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയെങ്കിലും ഇവരെ എല്ലാവരെയും സോപ്പിട്ട് ബാലചന്ദ്രനോട് സ്നേഹത്തോടെ പെരുമാറണം, മക്കളോട് സ്നേഹത്തോടെ പെരുമാറണം, എല്ലാവരെയും തൻ്റെ വഴിക്ക് കൊണ്ടുവരണം എന്നൊക്കെ. അങ്ങനെ വൈജ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ്. ഇവർ വരാൻ വേണ്ടി വൈജ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പതിവിലും വിപരീതമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിൽ ഇരിക്കുമ്പോഴേക്കും വൈജ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. ദോശയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ബബിതയ്ക്കും കൃഷ്ണമോൾക്കും രോഹിത്തിനും ഒക്കെ എടുത്തു കൊടുക്കുന്നു, ഒഴിച്ചു കൊടുക്കുന്നു. ഇത്രയും മതിയോ എന്നൊക്കെ ചോദിക്കുക. അതുപോലെ തന്നെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അതെ ബാലേട്ടന് ദോശ വേണോ ഇഡലി വേണോ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ നോക്കുന്നുണ്ട് മക്കളുടെ നേരെ, മക്കൾ ബാലചന്ദ്രൻ്റെ നേരെയും നോക്കുന്നുണ്ട്. വൈജയുടെ അഭിനയം അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. തങ്ങളെ സോപ്പിട്ട് വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നതാണെന്ന് മക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുമ്പം ദോശയെടുത്ത് കൊടുക്കുകയാണ് വൈജ. എന്നിട്ട് ദോശയുടെ കൂടെ സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. മക്കളോടെല്ലാം ഭയങ്കര സന്തോഷത്തോടെ വർത്തമാനം പറയുകയും ഭക്ഷണം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. മക്കളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അമ്മയുടെ ഈ മാറ്റം കണ്ടിട്ട്. അതേസമയം വൈജ ഭയങ്കരമായിട്ട് സഹിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറാനൊന്നും വൈജയ്ക്ക് അറിയില്ലല്ലോ. പക്ഷേ മക്കളെയും ഭർത്താവിനെയും തൻ്റെ വഴിക്ക് കൊണ്ടുവരണം, അലീന എന്ന് പറയുന്ന ഒരു വിഷയത്തെ അവിടുന്ന് ഒഴിവാക്കണം, അത്രയേ ഉള്ളൂ വൈജയ്ക്ക്. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ കുറേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പോകാൻ ബാലചന്ദ്രൻ ആദ്യം തന്നെ ഇറങ്ങി വണ്ടിയിൽ ജോലിക്ക് പോവുകയാണ്. അത് കഴിയുമ്പോഴേക്കും ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഒക്കെ ഇറങ്ങുകയാണ്. അവർ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പരസ്പരം പറയുന്നുണ്ട്, അമ്മ ചെയ്തത് കണ്ടില്ലേ ഇന്ന്, എന്തൊരു അഭിനയമാണ് അമ്മ കാഴ്ച വെച്ചത് എന്ന് പറയാണ് ബബിത. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, ശരിയാ, നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. അല്ല, അമ്മ അച്ഛനെ വിളിക്കുന്നില്ലേ ബാലേട്ടാന്ന്, ഇതുവരെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വിളിച്ച് കേട്ടിട്ടേ ഇല്ല. ബാലചന്ദ്ര എന്ന് മാത്രം വിളിച്ചേ കേട്ടിട്ടുള്ളൂ, അതും ഒരു അഹങ്കാരത്തിൻ്റെ സ്വരത്തോടെ. ഇപ്പം കണ്ടില്ലേ, സോപ്പിട്ട് ഇഡലി എടുത്തു കൊടുക്കുന്നു, സാമ്പാർ എടുത്തു കൊടുക്കുന്നു. എന്തൊരു ബഹളം, ഭയങ്കര അഭിനയം തന്നെ നമ്മുടെ അമ്മ എന്ന് പറയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, അലീന ചേച്ചി പോയില്ലേ, അതിൻ്റെ പേരിൽ നമുക്കും അച്ഛനും ഒക്കെ നല്ല ദേഷ്യമുണ്ടെന്ന് അമ്മയ്ക്കറിയാം. അമ്മയുടെ കയ്യിലെ പ്രശ്നം കൊണ്ടാണ് അലീന ചേച്ചി പോയതെന്നറിയാം. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്. എന്തായാലും അഭിനയിക്കട്ടെ, അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ അവർ പോയിട്ട് വൈകിട്ട് തിരിച്ചു വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ വൈജ ഭയങ്കര സ്നേഹത്തോടെ അടുത്തേലിയും ഭക്ഷണം വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മക്കൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നല്ല ദേഷ്യത്തോട് തന്നെയാണ് അവർ വൈജയോട് പെരുമാറുന്നതും കേട്ടോ. അവർ പരസ്പരം അലീനയുടെ കാര്യം സംസാരിക്കുകയാണ്. അലീന ചേച്ചി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാമായിരുന്നെന്നും വിളമ്പി തരുമായിരുന്നെന്നും എന്ത് സ്നേഹത്തോടെയാണ് ചേച്ചി പെരുമാറിയതെന്നും ഒക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചി ഇപ്പോൾ എവിടെയാണോ എന്തോ, ഈ വീട്ടിൽ നിൽക്കണ്ട അലീന ചേച്ചിയാ ഇപ്പം എവിടെ, ആരുടെ വീട്ടിൽ, ഏത് അനാഥാലയത്തിലാണെന്ന് ആർക്കറിയാം. എന്തായാലും അലീന ചേച്ചി ഇല്ലാത്ത ഒരു വിഷമം എപ്പോഴും മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുക എന്ന് പറയുമ്പം രോഹിത്തും പറയാം, ശരിയാ, അതെപ്പോഴും ഉണ്ട്. അലീന ചേച്ചിയെ ആദ്യമേ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചതാ, പക്ഷേ ഇപ്പം അലീന ചേച്ചി ഇല്ലാഞ്ഞിട്ട് പറ്റുന്നില്ല എന്ന് പറയാം. ഇതൊക്കെ കേൾക്കുമ്പം വൈജയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ വൈജി അങ്ങ് സഹിച്ച് നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും മക്കളെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെല്ലാം എണീറ്റ് റൂമിലേക്ക് പോവുക. അപ്പോൾ വൈജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എല്ലാവരുടെ അടുത്ത് പോയി ന്യായമായിട്ട് സംസാരിക്കാം, അലീന പോയതിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം, മക്കളെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ, ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയെടുക്കണം എന്നിങ്ങനെ വിചാരിക്കുക. അങ്ങനെ ആദ്യം തന്നെ ബബിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ബബിതയുടെ റൂമിൽ ചെന്നിട്ട് കയറി ചെല്ലുക വൈജ. എന്നിട്ട് ബബിതയെ വിളിക്കുക. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അല്ല എന്താമ്മയെന്ന് ചോദിക്കുക. അല്ല, നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ വന്നപ്പോൾ തൊട്ട് നിൻ്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെയാണ് ഇരുന്നത്. രാവിലെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും വൈകിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും ഒക്കെ എന്നോട് നിനക്ക് നല്ല ദേഷ്യമായിരുന്നു. അലീന പോയതിൻ്റെ വിഷമമായിരിക്കും നിനക്കല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലും അമ്മയ്ക്ക് പ്രശ്നമില്ലല്ലോ, അമ്മ വിചാരിച്ചത് സാധിച്ചില്ലേ എന്ന് പറയാണ്.
അപ്പോൾ ഉടനെ വൈജ ചോദിക്കുക, അല്ല നിനക്ക് നേരത്തെ അലീനയോട് ദേഷ്യമല്ലായിരുന്നോ? ഇപ്പോൾ ആ ദേഷ്യമൊക്കെ എന്താ പോയതെന്ന് ചോദിക്കുക. അപ്പം ബബിത പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അലീന ചേച്ചി എന്നെ സഹായിച്ചു. അതുമാത്രമല്ല, അമ്മ പറഞ്ഞു തന്ന ആ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അലീന ചേച്ചിയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ പോയപ്പം എനിക്ക് അവർ വിഷമം ഉണ്ടായത്. അല്ല, അത് അമ്മയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറയാണ്. അല്ല, നീ എന്നെ മനസ്സിലാക്കണം, ഞാൻ എന്തിനാ അലീനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്ന് വൈജ ചോദിക്കുക. അത് തന്നെ അമ്മയ്ക്ക് മനസ്സിലാവില്ല അതൊന്നും പറഞ്ഞാൽ. ഇനി ഇതൊന്നും സംസാരിച്ചുകൊണ്ട് അമ്മ വരണ്ടാന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ വൈജ പറയാം, അല്ല ബബിതേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അലീന നിന്റെ അച്ഛൻ്റെ വിഹിതത്തിലുള്ള കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഇവിടെ വന്ന് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ വിവാഹം കഴിഞ്ഞ് നിന്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയിലുള്ള കുട്ടി നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുമോ? നിനക്ക് ദേഷ്യം വരും, സ്വാഭാവികം. പിന്നെ ആ ദേഷ്യമൊക്കെ മാറാൻ കുറേ സമയമെടുക്കും. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ്റെ മോളാണ് അലീന എങ്കിൽ ഉറപ്പൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാന്നേ. DNA ടെസ്റ്റൊക്കെ എടുത്തിട്ട് അലീന ബാലചന്ദ്രൻ്റെ മോളാണെങ്കിൽ ഇവിടെ വന്ന് താമസിക്കട്ടെ. അപ്പം ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇതിപ്പോൾ എന്താ ഏതാണെന്നറിയാതെ ബാലചന്ദ്രനുമായിട്ട് അവൾ അടുത്തിടപെടുന്നത് എനിക്കിഷ്ടമല്ല. അല്ല, നീ നിൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക ബബിതയെന്ന് പറയാം. അപ്പോൾ ബബിതയ്ക്ക് നായികൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ ശരി, ഞാൻ ആലോചിച്ചോളാം എന്ന് പറയാം. അതിനുശേഷം രോഹിത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മുടെ വൈജ പോകുന്നത്. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ രോഹിത്തെ, നിനക്ക് അമ്മയില്ലായിരുന്നപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ? നീ ഇപ്പം നോർമൽ അല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ രോഹിത്തിന് നല്ല ദേഷ്യം വരിക. അല്ല, അന്ന് എൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അമ്മ ഇടപെട്ടോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമല്ലായിരുന്നുള്ളൂ. അലീന ചേച്ചി ഇവിടെ നിൽക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. അതിനുവേണ്ടി അമ്മ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അല്ലാതെ ഞങ്ങളെ അമ്മ സ്നേഹിച്ചിട്ടൊന്നുമില്ലല്ലോ. അച്ഛൻ്റെയും ഞങ്ങൾ മക്കളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം പിന്നെ എന്ത് പറയാനാണ് അമ്മ വന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ വൈജ പറയുന്നുണ്ട്, അലീന പോയതിൻ്റെ ദേഷ്യം നിനക്കും ഉണ്ടല്ലേ? നിനക്കും അലീന ജീവനായി കഴിഞ്ഞു. അവൾ എങ്ങനെ നിങ്ങളെയൊക്കെ ഇങ്ങനെ മയക്കിയെടുത്തു എന്ന് എനിക്കറിയില്ല. അത് തന്നെയല്ല, അവൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല രോഹിത്തെ. അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞു വിട്ടത്. നിങ്ങൾ 3 പേരും എൻ്റെ മക്കൾ, നിങ്ങൾ മാത്രം മതി. അവൾ ബാലചന്ദ്രൻ്റെ മോളാണെങ്കിൽ പോലും ഇവിടെ വന്ന് നിന്നാൽ അതൊന്നും ശരിയാവില്ല. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം രോഹിത്തെ. ഇപ്പം നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ എന്ന് പറയാണ്. അപ്പോൾ രോഹിത് പറയാം, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അമ്മ ഒരു കാര്യം ഓർക്കണം. അമ്മ ഇവിടെ നിന്ന് മാറി നിന്ന സമയത്ത് എൻ്റെ ജീവിതം വലിയ പ്രതിസന്ധികളിൽ കൂടിയാണ് പോയത്, അറിയാവോ? ആ സമയത്ത് എൻ്റെ ജീവിതം കൈവിട്ട് പോകുമെന്നോ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നോ വരുന്ന ഒരവസ്ഥ വരെ എത്തിയിരുന്നു. ആ സമയത്ത് എന്നെ കൈപിടിച്ച് ഉയർത്തിയതും എന്നെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ എത്തിച്ചതും സന്തോഷമായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചതും ഒക്കെ അലീന ചേച്ചിയാണ്. അലീന ചേച്ചി ഒരാളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ പോലും ഉണ്ടാവില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ മൂലയിൽ തളച്ചിട്ടപ്പെട്ടേനെ. പക്ഷേ അലീന ചേച്ചി എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളൊന്നും എന്തായാലും എനിക്ക് മറക്കാൻ പറ്റില്ല. ചേച്ചിയോട് എനിക്ക് അത്രയധികം സ്നേഹമുണ്ടെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ വൈജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വൈജ പക്ഷെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മിണ്ടിയിട്ട് കാര്യമില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ വൈജ പിന്നെ കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെല്ലുക. കൃഷ്ണമോളുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, മോളെ, നിനക്കും അമ്മയോട് ദേഷ്യമായിരിക്കല്ലേ? ഞാൻ ബബിതയുടെ അടുത്തും രോഹിത്തിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചു. അവർക്കൊക്കെ അലീന പോയതിൽ നല്ല ദേഷ്യമുണ്ട്. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നാളും ഒരു കൂടപ്പറപ്പിനെ പോലെ ഇവിടെ ഉണ്ടായിരുന്നു അവൾ പോയപ്പം അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. കൃഷ്ണമോക്ക് അതിലും കൂടുതൽ ദേഷ്യവും വിഷമവും ഉണ്ടെന്ന് എനിക്കറിയാം. അവൾ വന്ന കാലം തൊട്ട് അവളുടെ കൂടെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത് കൃഷ്ണമോളല്ലേ? ഇപ്പോൾ അവൾ പോയപ്പം ഒരു ചേച്ചി നഷ്ടപ്പെട്ട പോലെ മോക്കും തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, അതെ ഉണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വൈജ പറയാം, മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അലീന നമ്മുടെ വീട്ടിൽ നിൽക്കേണ്ടവളല്ല. അവൾ ആരാണെന്ന് നിനക്കറിയാവോ? നിൻ്റെ അച്ഛൻ്റെ അവിഹിതത്തിലുണ്ടായ കൊച്ചാണെന്ന് പറയുന്നു. അതിലൊന്നും ഒരു സത്യം ഉണ്ടെന്ന് അറിയില്ല. ആരോ എവിടെയോ പിഴച്ചു പെറ്റ ഒരുത്തി അതിനെ വലിച്ച് നമ്മുടെ കുടുംബത്തിൽ കൊണ്ട് നിർത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പം അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പിഴച്ച് പെറ്റുണ്ടായവൾ അവളുടെ വർഗ്ഗഗുണം കാണിക്കുക തന്നെ ചെയ്യും ഇനിയും. അതുകൊണ്ട് മോൾ ആ കാര്യമൊക്കെ വിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ കുറേ കുറ്റങ്ങൾ വിളിച്ച് പറയുക. പെട്ടെന്ന് കൃഷ്ണമോൾക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണമോൾ ചോദിക്കുക, എന്താമ്മേ പറഞ്ഞത്? ആരോ ഏതോ പിഴച്ച് പെറ്റത് അലീന ചേച്ചിയെന്നോ? അലീന ചേച്ചി ആ പിഴച്ച സ്വഭാവം കാണിക്കുമെന്നോ? ഈ അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ നാണയില്ലേ? അമ്മ പിഴച്ച് പെറ്റതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ നമ്മുടെ വൈജ ചോദിക്കുന്നുണ്ട്, എന്താ കൃഷ്ണമോളെ നീ പറഞ്ഞത്? അല്ല, അമ്മ അലീന ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ? അമ്മയ്ക്ക് സ്റ്റാൻലി ജോസഫിനെ അറിയാവോ എന്ന് ചോദിക്കാം. ഞെട്ടിപ്പോവാണ് അത് ചോദിക്കുമ്പോഴേക്കും വൈജ. അപ്പോൾ പറയാം, ഒരു 23 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ഒരു പെൺകുട്ടിയെ പിഴച്ച് പ്രസവിച്ചില്ലേ? ആ പെൺകുട്ടിയാണ് അമ്മ അലീന ചേച്ചി. അല്ലാതെ അലീന ചേച്ചി ആരെയും
പിഴച്ചു പെറ്റിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാൻ അമ്മയ്ക്ക് നാണമില്ലേ? അലീന ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ മോശമായ വാക്കുകൾ അമ്മയ്ക്ക് പറയാൻ യാതൊരു അർഹതയില്ല. കാരണം അമ്മയാണ് പിഴച്ചവള് എന്നൊക്കെ വിളിച്ചു പറയുകയാണ് കേട്ടോ നമ്മുടെ കൃഷ്ണമോള്. അപ്പം ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സത്യങ്ങളൊക്കെ കൃഷ്ണമോൾക്ക് അറിയാവോ? ഇതെന്താണ് എൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചിട്ടുള്ള കഥകളൊക്കെ ഈ കുട്ടി പറയുന്നല്ലോ എന്ന് കോർത്ത് വൈദ്യ അങ്ങ് ഞെട്ടിക്കണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്